നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമുക്ക് യാതൊരു ആർട്ടിഫിഷ്യൽ ഫുഡ് കളറും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഇതിന് പറ്റിയ ചമ്മന്തിയും ഗാർലിക് പേസ്റ്റും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 10-12 പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പീസാക്കാം, 4 പീസാക്കാം. ഇഷ്ടമുള്ള അനുസരിച്ച് അതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ എടുത്ത് വയ്ക്കാം. ഇനി ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് ഫോക്ക് വെച്ച് കുത്തി കൊടുക്കാം. ഇത് വേകാനും എളുപ്പത്തിൽ വേകാനും പിന്നെ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാനും വേണ്ടിയാണ്. നമ്മൾ കത്തി വെച്ച് വരഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചിക്കൻ വെന്ത് സോഫ്റ്റ് ആകുമ്പോൾ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതുപോലെ കുത്തി കൊടുക്കുന്നത്. ഇനി ചിക്കൻ മന്തിക്ക് വേണ്ടത് ഇതുപോലത്തെ മന്തി റൈസാണ്. ഇത് 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. സെല്ല റൈസ് എന്ന് പിന്നെ പറയും. ബോയിൽഡ് റൈസാണ് കേട്ടോ ഇത്. ഈ റൈസ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണിക്ക് വയ്ക്കുന്ന ബസ്മതി റൈസായാലും മതി. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വയ്ക്കണം. ഇനി നമുക്ക് മന്തി മസാല റെഡിയാക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. വറുക്കാത്ത പച്ചമല്ലിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും ചെറിയ ജീരകം, 10 ഏലക്കയും 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. വലിയ ബേ ലീഫ് ആണെങ്കിൽ 2 എണ്ണം മതി. ചെറുതാണെങ്കിൽ ഒരു 1 കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഡ്രൈ ലെമൺ ആണ്. അപ്പോൾ ഒരു ലെമണിൻ്റെ പകുതി എടുത്താൽ മതിയാകും. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഫ്രിഡ്ജിൽ വെച്ച് ഇതുപോലെ ഉണങ്ങിപ്പോകുന്ന നാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകും. ഇത് കളയേണ്ട ആവശ്യമില്ല. ഞാനിത് കളക്ട് ചെയ്ത് പൊടിച്ച് വെക്കാറുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നല്ല മൂത്ത നാരങ്ങയുടെ പഴുത്ത് പോകരുത്, പച്ചനാരങ്ങയായിരിക്കും ഏറ്റവും നല്ലത്. പകുതി നാരങ്ങയുടെ തോല വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് പൊടിക്കുമ്പം ഈ ഉണ്ടായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പഴുത്ത നാരങ്ങയുടെ തോലാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇതിനും ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ പച്ചനാരങ്ങ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. പഴുത്ത നാരങ്ങ എടുക്കേണ്ട ആവശ്യമില്ല. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ മസാലപ്പൊടി കുറച്ച് അധികം ഉണ്ട്. അല്പിട്ടിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര അളവിൽ ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് 4 തവണ നമുക്ക് 1 കിലോ മന്തി വയ്ക്കാനുള്ള അളവുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ഇത് ഫ്രൈ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടിയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ കളറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് കൊണ്ട് ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ നേരത്ത് വേറെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മതിയാകും. എന്നിട്ട് ഇതൊന്ന് നിരത്തി വയ്ക്കാം. അതായത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓരോന്നും മുട്ടാത്ത വിധത്തിലൊന്ന് നിരത്തി വയ്ക്കണമായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ കുറച്ചധികം ഈ പാത്രം കുറച്ച് ചെറുതായത് കാരണം ഒന്ന് മുട്ടിയാണ് ഇരുന്നത് കാരണം ഞാൻ മറിച്ചിടാനൊക്കെ കുറച്ച് പ്രയാസപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ ഒരുമിച്ച് കുറച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറഞ്ഞത് ഒരു 3/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പം 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് മൊരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഒരുപാട് മൊരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഈ കാണുന്ന പോലെ ഒരുപാട് മൊരിഞ്ഞൊന്നും പോയിട്ടില്ല. ഒരു ലൈറ്റായിട്ട് മാത്രം ഇതുപോലെയാണ് ഞാൻ ഫ്രൈ ചെയ്തെല്ലാം എടുത്തത്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ ഈ പോട്ടിലേക്ക് തന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് നമ്മളെടുത്തത്. അപ്പോൾ 1.25 പാത്രം വെള്ളമാണ് നമ്മൾ റൈസിന് വേണ്ടി വയ്ക്കുന്നത്. സെല്ല റൈസ് ആയതുകൊണ്ട് നമുക്ക് കുഴഞ്ഞൊന്നും പോകാണ്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതങ്ങനെ വേവിച്ച് കോരി മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാം. ഇനി വേറൊരു പോട്ടിൽ നമ്മൾ കുറച്ച് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 4-5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 കറയാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ സവാള, നുറുക്കിയ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇടുമ്പം കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായാൽ മതി കേട്ടോ, ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ടാണ് നമ്മൾ ഇത് കുക്കായി കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ കുറച്ച് മൊരിഞ്ഞു പോയി, ഇത്രയും മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. സവാള മൊരിഞ്ഞെന്ന് ഓർത്തും പ്രശ്നമൊന്നുമില്ല. ഇനി അതിനകത്തേക്ക് നമ്മൾ ആ തിളയ്ക്കുന്ന വെള്ളം, റൈസിനുള്ള വെള്ളം വെച്ചില്ല, അത് നന്നായിട്ട് തിളക്കുന്നുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ക്യൂബ്സോ ചിക്കൻ സ്റ്റോക്കൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടിയിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ഉണ്ടല്ലോ, അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മന്തി ഓൾറെഡി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് അല്പം കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ നിന്ന് ഒരു 2-3 കഷ്ണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. നമ്മൾ സവാളയിൽ ചേർത്ത ഉപ്പ് കുറച്ചല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് മൂടി ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ സാധാരണ വയ്ക്കുന്ന ബസ്മതി റൈസിനേക്കാളും അല്പം കൂടി വേവ് ഉണ്ടാവും ഇതിന്. എന്നാലും നമ്മളുടെ ആ വെള്ളം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. വെള്ളം വറ്റിക്കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് മാറ്റി വയ്ക്കാം, കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ആ റൈസ് കോരി മാറ്റുന്ന ഭാഗം ഡിലീറ്റായിപ്പോയി. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് 1/4 ഭാഗം റൈസ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ റൈസിൻ്റെ മുകളിൽ ഇപ്പം ഞാൻ മാറ്റി വെച്ചതിന് ശേഷമുള്ള റൈസാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 4-5 പച്ചമുളക് ഞെട്ടോടുകൂടി ഈ ഒരു ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഇടയ്ക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ കോരി മാറ്റി വെച്ച റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എത്ര റൈസാണ് ഞാൻ നേരത്തെ കോരി മാറ്റി വെച്ചത്. അത് കണ്ടില്ലേ, നല്ല വിട്ടിരിക്കുന്നത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വെന്ത് കിട്ടിയേ. ഇതൊന്ന് നിരത്തിയിട്ട് നമുക്ക് കളറിന് പകരം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്താണ്. അതിൽ നിന്ന് അല്പം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ വേറൊരു കളറൊന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ. അപ്പം ഈ ഒരു മഞ്ഞ കളർ ഒന്നും കൂടെ കുറച്ചും കൂടെ മഞ്ഞ കളർ, ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓൾറെഡി ഒരു ലൈറ്റ് യെല്ലോ കളർ നമുക്ക് ഇതിനകത്ത് ഉണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടിയിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. എരിവ് കുറച്ച് വേണ്ടവർക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ബിരിയാണി പൊട്ടിൻ്റെ അടിയിൽ ഒരു കട്ടിയുള്ള ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ബിരിയാണി പൊട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് ആവിയേറ്റി എടുക്കാം. അപ്പം നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല ടെൻഡറായിട്ടുണ്ടാവും, നല്ല അടിപൊളിയായിട്ടുണ്ടാവുമേ. അപ്പോൾ ഇതിന് സ്മോക്ക് ഇഷ്ടമുള്ളവർക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് ഈ സമയത്ത് സ്മോക്ക് കൊടുക്കാവുന്നതാണ്. ഞാനതൊന്നും കൊടുത്തില്ല. അപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. നമുക്കിനി ഈ റൈസ് ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ചിക്കനൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വയ്ക്കാം. കാരണം നമ്മളിത് മിക്സ് ചെയ്യുമ്പം ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കോരി മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ ചിക്കനും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസിൻ്റെ സിമ്പിൾ റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.
അപ്പോൾ മാഗി ക്യൂബ്സ് ഒന്നും ആഡ് ചെയ്യാതെ റെഡിമെയ്ഡ് മന്തി മസാല ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സിമ്പിൾ മന്തിയുടെ റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണേ. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, സെർവ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗാർലിക് പേസ്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചില്ലി ഗാർലിക് പേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം നമ്മളിതിന് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പം പ്രത്യേകിച്ച് കളറൊന്നും ആവശ്യമൊന്നുമില്ല. ഇത് അടിപൊളി ടേസ്റ്റാണ്, കളറിലും പെർഫെക്റ്റ് ഓക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിനായി മിക്സിയുടെ ഒരു ജാറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വെജിറ്റബിൾ ചോപ്പറോ എടുക്കാം. അതിനകത്തേക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അല്പം വലിയ തക്കാളിയാണ് എടുത്തത്. ഇനി ഇതിനകത്തേക്ക് 3 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി, കുറച്ച് പുതിനയില, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതെല്ലാം ഇനി ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ചോപ്പറിൽ ഒരുപാടൊന്നും അങ്ങനെ അരഞ്ഞു പോയില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതിയാകും. മിക്സിയിലാണെങ്കിലും ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. വെജിറ്റബിൾ ചോപ്പറിൻ്റെ ഒപ്പമുള്ള ഒരു വിപ്പിംഗ് ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഗാർലിക് സോസ് ഉണ്ടാക്കുന്നത്. മിക്സിയുടെ ഒരു ചെറിയ ജാറായാലും മതി. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം, ഒരു നുള്ളുപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ബ്ലേഡ് വെച്ചിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചില്ലി ഗാർലിക് സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാം ഇത് 3ഉം ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്